പുലാവ് ആൻഡ് ചിക്കൻ കറി കണ്ടു. ഇന്ന് നമുക്ക് പുലാവ് ആൻഡ് ചിക്കൻ ഫ്രൈ കണ്ടാലോ? വിത്ത് സെയിം ഇൻഗ്രീഡിയൻസ്, two different recipes. Before going to video, this is SK and you're watching SK's Vlogs. ആരെങ്കിലും പുതുതായിട്ട് നമ്മൾ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. സോ പുലാവിനും ചിക്കനും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു തക്കാളി, 6 സവോളയും, 4 പച്ചമുളകും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, പുതിനയില, പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ, പിന്നെ ഹോൾ സ്പൈസസ്. അത് പുലാവിൽ ഇടാനുള്ളതാണ്. ഇത് ചിക്കൻ ഫ്രൈയിൽ ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ചിക്കൻ ഫ്രൈ ആന്ധ്രാപ്രദേശ് റെസിപ്പിയാണ്. റൊട്ടീനായിട്ട് ചിക്കൻ ഫ്രൈ കഴിച്ച് മടുത്തവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റൗവിൽ കടായി വെച്ചിട്ടുണ്ട്, വേറൊരു സ്റ്റൗവിൽ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഒന്ന് ചിക്കൻ ഫ്രൈനുള്ളതും ഒന്ന് പുലാവിനുള്ളതും. ഓയിൽ ചൂടായെന്ന് നോക്കാം. ചൂടായ ശേഷം ഹോൾ സ്പൈസസ് കുക്കറിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും മീഡിയമിലാണ് വേണ്ടത്. ഇപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. മീൻവൈൽ ചിക്കൻ ഫ്രൈനായിട്ട് കടായിൽ കുറച്ച് ജീരകം ഇടാം. നമുക്ക് തീരെ സമയമില്ലാത്ത ദിവസം ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിനെല്ലാം സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇടാം. സവാളയും പച്ചമുളകും. കുക്കറിലേക്ക് 2 സവാളയും 2 പച്ചമുളകാണ് പുലാവിന് വേണ്ടിയിട്ട്. അതുപോലെ ചിക്കൻ ഫ്രൈന് വേണ്ടിയിട്ട് 4 സവാളയും 2 പച്ചമുളകാണ്. എന്നിട്ട് രണ്ടും മാറി മാറി സോട്ട് ചെയ്യാം. ഇപ്പോൾ കടായിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. മീൻവൈൽ നമ്മൾ കുക്കറിനൊന്ന് സോട്ട് ചെയ്യാം. അടിയിൽ പിടിച്ചു പോകാതെ നോക്കണം. എന്നിട്ട് തക്കാളിയും കൂടി ആഡ് ചെയ്യാം. ചിക്കൻ ഫ്രൈയിൽ ഞാൻ തക്കാളി ചേർക്കുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. പുലാവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉള്ളി നന്നായിട്ട് കുക്കായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുന്നവരെ സോട്ട് ചെയ്യണം.
രണ്ടും മാറി മാറി സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചിക്കൻ ഫ്രൈനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കുക്കറിലുള്ള സവാള നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇപ്പോൾ അരി ചേർക്കാം. അരി ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അരി ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഇത് ആന്ധ്രാപ്രദേശിലെ BPT റൈസാണ്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. അങ്ങനെ അരി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീൻവൈൽ കടായിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സാൾട്ട് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് രണ്ടും മൂടി വെച്ചിട്ട് കുക്കറിൽ 2 വിസിൽ വരണം. മറ്റേ ചിക്കൻ നന്നായിട്ട് കുക്കായി വരണം വരെ വെയിറ്റ് ചെയ്യാം. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. പുലാവിൽ എപ്പോഴും ഉപ്പ് കുറച്ചൊന്ന് കൂടുതലായിട്ടുണ്ടാവണം. എന്നാലേ റൈസ് കുക്കായി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പുണ്ടാവും. ഉപ്പ് കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കി. കറക്റ്റ് ആയിരുന്നില്ല, കുറച്ചുകൂടി വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്തു. നല്ല രസമാണ് ഇങ്ങനെ ഒരേ സമയത്ത് 2 എണ്ണം ചെയ്യാനായിട്ട്. എളുപ്പത്തിൽ കാര്യം കഴിയും. അങ്ങനെ ഇപ്പോൾ ഫൈനലി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിന ഇലയും ചേർക്കാം. ചിക്കനിൽ നമ്മൾ അവസാനം ചേർക്കും, ഇപ്പോൾ ചേർക്കുന്നില്ല. അങ്ങനെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം. വെറും 2 വിസിൽ മതി. കൂടിപ്പോയാൽ അരി നന്നായിട്ട് വെന്തു പോകും. ഫ്ലെയിം എപ്പോഴും മീഡിയമിൽ തന്നെ വെക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇടയ്ക്ക് ചിക്കൻ വെന്തോ ഇല്ലയോ എന്ന് നോക്കി. കുറച്ചുകൂടി വേവാനുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തിട്ട്
മൂടി വെച്ചു. അങ്ങനെ ആഫ്റ്റർ 5 to 10 minutes ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച മസാല പൊടി ചേർക്കാം. ഹോൾ സ്പൈസസിൻ്റെ മസാലയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓയിൽ എപ്പോഴും കുറച്ച് കൂടുതൽ ഉണ്ടാവണം, എങ്കിൽ നെക്സ്റ്റ് ഡേക്കും നമുക്ക് ചിക്കൻ കറി ടേസ്റ്റിയോടൊക്കെ കഴിക്കാൻ പറ്റും. ഇവിടെ ആന്ധ്രയിൽ അധികം നോൺ വെജ് കറീസിന് ഓയിലും എരിവും കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ ഫൈനലി ഗ്രേറ്റഡ് കോക്കോനട്ടും കൂടി ചേർത്തു. ഈ ഒരു കോക്കോനട്ടാണ് ഇതിലെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്തു. ആ ഒരു ചിക്കൻ പീസിൻ്റെ കൂടെ കോക്കനട്ട് ഗ്രേവി ഇങ്ങനെ നമ്മൾ ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഫൈനലി കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തു. അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഒരു ഭാഗത്ത് പുലാവും റെഡിയായി കഴിഞ്ഞു. നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ ഉള്ളിലെ അവസ്ഥ എന്ന്. വാവ്, കുക്കർ തുറന്നപ്പോൾ വന്ന ഒരു മണം ഉണ്ടല്ലോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സെയിം ഇൻഗ്രീഡിയൻസ് 2 റെസിപ്പീസ് റെഡി ആയി കഴിഞ്ഞു. പുലാവ് ആൻഡ് ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. ഒട്ടും സമയമില്ലാത്ത ദിവസം ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിനെ സെർവ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ഒരു മണം കൊണ്ട് എൻ്റെ വയറ് നിറഞ്ഞതുപോലെ ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് പുലാവ് ആൻഡ് ചിക്കൻ ഫ്രൈ. ഇവിടെ റോഡ് സൈഡിലുള്ള തട്ടുകടയിലൊക്കെ ഇങ്ങനെ കിട്ടും ഈ ഒരു കോമ്പിനേഷനിൽ. അപ്പോൾ സ്ഥിരമായിട്ട് ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. ബൈ ബൈ.